ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ്. എന്താണ് കറന്റ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ് എന്നുള്ളതിനെ പറ്റി ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് കറന്റ് എന്നും എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നും. അത് കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ എന്താണ് കറന്റ് എന്നും എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നും നമ്മൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഒരു കണ്ടക്ടറിനെ കൺസിഡർ ചെയ്യാൻ വിചാരിക്കൂ. ഇതാണ് നമ്മുടെ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഈ കണ്ടക്ടറിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്, കണ്ടക്ടറിന്റെ പ്രത്യേകത എന്താണ്, അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഫ്രീ ഇലക്ട്രോൺസ് ഈ ഒരു കണ്ടക്ടറിൽ കുറെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് എവിടെയുണ്ട്, ഈ കണ്ടക്ടറിലുണ്ട് അല്ലെ. അതാണ് ഒരു കണ്ടക്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ്, കണ്ടക്ടറിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസിനെ എന്തായി മാറുന്നത്, കറന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടുത്തെ റിലേഷൻ നമുക്ക് പഠിക്കാനുള്ളത് കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിൽ റിലേഷൻ എങ്ങനെയാണ്, എന്താണ് അത് തമ്മിലുള്ള റിലേഷൻ. ഇനി ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന് ചെറിയൊരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളൂ. ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. ആ കണ്ടക്ടറിൽ എന്തുണ്ടാവും, കുറെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസിനെ ഞാൻ ഇ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. ആ ഫ്രീ ഇലക്ട്രോൺസ് എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം, ഇ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യാം. നമുക്കറിയാം ഫ്രീ ഇലക്ട്രോൺസിന് ഇ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസ് ഇ. ഇനി ഈ ഒരു കണ്ടക്ടറിൽ ഞാൻ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ എടുത്തു. ഇതാണ് എന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത്. ഈ ക്രോസ് സെക്ഷൻ ഏരിയ എടുത്തു. അപ്പൊ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഏരിയയെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ആ ഏരിയ കൺസിഡർ ചെയ്യണമെങ്കിൽ എ. ഓക്കെ, അപ്പൊ ഒരു കണ്ടക്ടർ എടുത്തു, ആ കണ്ടക്ടറിൽ ക്രോസ് സെക്ഷൻ ഏരിയ എടുത്തു. ആ ക്രോസ് സെക്ഷൻ ഏരിയയിൽ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ക്രോസ് സെക്ഷൻ ഏരിയയെ എ എന്നും അതിലുള്ള ഇലക്ട്രോൺസിനെ ഇ എന്നും ഞാൻ എടുത്തു. ഓക്കെ, ഇനി ഈ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ് ഇ എന്ന് പറയുന്നത്. ഈ ഒരു ക്രോസ് സെക്ഷന്റെ ഉള്ളിൽ എ എന്ന് പറയുന്ന ക്രോസ് സെക്ഷന്റെ ഉള്ളിൽ, ഇതാണ് എ എന്ന് പറയുന്ന ക്രോസ് സെക്ഷൻ. ഈ എ എന്ന് പറയുന്ന ക്രോസ് സെക്ഷന്റെ ഉള്ളിൽ ഒരു ഇലക്ട്രോൺ മാത്രമല്ല ഉണ്ടായിരിക്കുക, ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ. ലക്ഷക്കണക്കിന് ഇലക്ട്രോൺസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ കൂടി ഇൻഡിക്കേറ്റ് ചെയ്യാം, എൻ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. സ്മോളർ എൻ എന്നും കൂടി ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തെടുത്തു, ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഒരു കണ്ടക്ടർ എടുത്തു. ആ കണ്ടക്ടറിനുള്ളിൽ എന്തുണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസിനെ ഇ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. ഒരു ക്രോസ് സെക്ഷൻ ഏരിയ എടുത്തു. ആ ക്രോസ് സെക്ഷൻ ഏരിയയെ എ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. ആ ക്രോസ് സെക്ഷൻ ഏരിയനുള്ളിൽ ഒരു ഇലക്ട്രോൺ മാത്രമല്ല ഉണ്ടാവുക, അതിനുള്ളിൽ എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ എന്നും ഇൻഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ. ഇനി ഈ ക്രോസ് സെക്ഷൻ ഏരിയന്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും, ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടായിരിക്കില്ലേ. അതാ പറഞ്ഞ ഡ്രിഫ്റ്റ് വെലോസിറ്റി കാണാത്തത് അത് കണ്ടിട്ട് വേണം ഇതിലേക്ക് വരാൻ അല്ലെ. അപ്പോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവും. ഇങ്ങോട്ടേക്ക് ഒരു വെലോസിറ്റി ഉണ്ടാവും, ഇലക്ട്രോൺസ് ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവും. അപ്പൊ ആ ക്രോസ് സെക്ഷന്റെ ഏരിയനുള്ളിൽ എന്തുണ്ടാവും, ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവും. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ ഞാൻ എന്ത് ചെയ്തു, ബി ഡി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, പി ഡി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ ആ ക്രോസ് സെക്ഷൻ ഏരിയനുള്ളിൽ എന്തുണ്ടാവും, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവും. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ ഞാൻ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്തു, വി ഡി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ ക്രോസ് സെക്ഷൻ ഏരിയന്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട് എങ്കിൽ, എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ സമയത്ത് ഒരു ടൈം ഉണ്ടായിരിക്കില്ലേ. ഇലക്ട്രോൺസ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇത്ര സെക്കൻഡ് കൊണ്ട് മൂവ് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് കൊണ്ട് മൂവ് ചെയ്തു എന്ന് പറയുന്നത് അതിൽ എന്തുണ്ടാവും, ഒരു ടൈം ഉണ്ടായിരിക്കും. ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, ടി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ എന്തുണ്ടാവും, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിന് ഈ ഇലക്ട്രോൺസ് ഒരു ചാർജ്, ഇലക്ട്രോൺസിന് ചാർജ് ഇ എന്ന് ഇൻഡിക്കേറ്റ് എ. അതിനുള്ള ക്രോസ് സെക്ഷൻ ഏരിയ എ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും, അത് എൻ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. അവിടെ എന്താവും, ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. അതിൽ ടി ഉണ്ടാകുന്ന ടൈമിന് എന്ത് ചെയ്തു, ടി എന്ന് എടുത്തു. ഓക്കെ, ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ എന്ത് കിട്ടും,
ക്യൂ എന്ന് പറയുന്ന ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ക്യൂ എന്ന് പറയുന്ന ചാർജ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു ക്രോസ് സെക്ഷന്റെ ഏരിയന്റെ ഉള്ളിൽ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ടായിരിക്കും. ആ ക്യൂ ചാർജ് ആണ് എന്ത് AENVDT എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ ക്യൂ ബൈ ടി എന്ന് ക്യൂ ബൈ ടി AENVD നമുക്ക് വായിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് AENVD എന്ന് എടുത്തു. എന്താണ് ക്യൂ ബൈ ടി? നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിന്റെ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ കറന്റ് ആണ്, ഐ. ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കറന്റ്, ഐ. അപ്പോ AENVD എന്ന് കിട്ടി. ഇതാണ് കറന്റ് എന്ന് പറയുന്നതും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ കറന്റ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? VD എന്ന് പറഞ്ഞ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആയ ഒരു ഇക്വേഷൻ ആണ്. I is equal to AENVD എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്, നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ ആണ്. അതാണ് കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു കണ്ടക്ടറിനെ കൺസിഡർ ചെയ്തു, ആ കണ്ടക്ടറിൽ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ എടുത്തു, ആ ക്രോസ് സെക്ഷൻ ഏരിയയിൽ ഈ ഇലക്ട്രോൺസ് ഉണ്ട്, ആ ഇലക്ട്രോൺസിന് E എന്ന് എടുത്തു, ക്രോസ് സെക്ഷൻ ഏരിയ A ആക്കി എടുത്തു എങ്കിൽ ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്തുകൊണ്ട് അതിന് എന്തുണ്ടാവും? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉള്ളതുകൊണ്ട് VD എടുത്തു. ടൈം, ആ മൂവ് ചെയ്യുന്നതിന് ഒരു ടൈം ഉണ്ട്. ടൈം ആയതുകൊണ്ട് നമുക്ക് T എടുത്തു. അതിൽ ഒരു ഇലക്ട്രോൺസ് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് അതിന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എടുത്തു. ഇതെല്ലാം കൂടി ചേരുമ്പോൾ വോളിയം ആണ്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്ത് കിട്ടും? ചാർജ് കിട്ടും. അതാണ് Q is equal to ANEVDT എന്ന ഇക്വേഷൻ കിട്ടി. അതിൽ നിന്നും Q by T എടുത്താൽ I കിട്ടും. I is equal to ANEVD എന്ന ഇക്വേഷൻ കിട്ടും. ഇതാണ് കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കറന്റ് ഡെൻസിറ്റി എന്നാണ്. അപ്പൊ റിലേഷൻ, കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് കറന്റ് ഡെൻസിറ്റി എന്ന ടോപ്പിക്കാണ്. കറന്റ് ഡെൻസിറ്റി, കറന്റ് ഡെൻസിറ്റി J എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യാറ്. ക്യാപിറ്റൽ ലെറ്റർ J എന്നാണ് കറന്റ് ഡെൻസിറ്റി എന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ എന്താണ് കറന്റ് ഡെൻസിറ്റി എന്നുകൊണ്ട് അർത്ഥം? അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് വരുന്നത്? ദ കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ നോർമൽ ടു യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് കോൾഡ് കറന്റ് ഡെൻസിറ്റി. കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് J ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു യൂണിറ്റ് ഏരിയയെ കൺസിഡർ ചെയ്തു. ഞാൻ യൂണിറ്റ് ഏരിയ A എന്ന് പറയുന്ന യൂണിറ്റ് ഏരിയ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഈ യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്തു പോകുന്ന കറന്റിനെയാണ് കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒരു കണ്ടക്ടർ മുഴുവൻ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എങ്കിലും ആ കണ്ടക്ടറിലൂടെ മുഴുവൻ കറണ്ട് പാസ് ചെയ്യുന്നതിനെ കംപ്ലീറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അവിടെ കൺസിഡർ ചെയ്യുന്നത് ഏത് മാത്രമായിരിക്കും? ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു യൂണിറ്റ് ഏരിയയെ കൺസിഡർ ചെയ്തു. A എന്ന് പറയുന്ന ഒരു സ്മോൾ ഏരിയയെ കൺസിഡർ ചെയ്തു. ആ സ്മോൾ ഏരിയയിലൂടെ പാസ് ചെയ്തു പോകുന്ന ആ സ്മോൾ ഏരിയയിൽ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് എന്ത് പറയുന്നത്? കറന്റ് ഡെൻസിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. കറന്റ് ഡെൻസിറ്റി നമുക്ക് J എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പോ J is equal to, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, J is equal to I by A. ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ ആണ്. J is equal to I by A. I is the current. A എന്ന് പറയുന്നത് യൂണിറ്റ് ഏരിയ ആണ്. അപ്പൊ യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന കറന്റ്, അതാണ് I by A എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് J is equal to എങ്ങനെ എഴുതാം? അപ്പൊ നമുക്കറിയാം I ന്റെ വാല്യൂ എന്താ? I ന്റെ വാല്യൂ നമ്മൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? ANEVD എന്ന ഇക്വേഷൻ ഉണ്ട്. ഡിവൈഡ് ബൈ A ക്യാൻസൽ ആയി പോയി. അപ്പൊ J is equal to എങ്ങനെ എഴുതാം? NEVD എന്ന് എഴുതാം. NEVD എന്ന് എഴുതാം. J is equal to NEVD എന്നൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്.
അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇതിന് നമുക്ക് ഒന്ന് ഒരു പേര് കൊടുക്കാം. എന്ത്? റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ഡെൻസിറ്റി ആൻഡ് എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, അപ്പോ ഇതെന്താണ്? റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ഡെൻസിറ്റി ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതാണ് J=NEVD എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ട് റിലേഷൻ പഠിച്ചു അല്ലെ? ഒന്നാമത്തെ റിലേഷൻ എന്തായിരുന്നു? റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതാണ് I=NAENVD എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ പഠിച്ചത് എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ഡെൻസിറ്റി ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന ഇക്വേഷനാണ് പഠിച്ചത് അല്ലെ? അതെന്താണ്? J=NEVD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറന്റിനെയാണ് എന്ത് പറയുന്നത്? കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് J=I/A ആണ്. നമുക്ക് ഐക്ക് ഒരു ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? I=ANEVD ആണ്. അതിൽ AM ക്യാൻസൽ ആയിപ്പോ നമുക്ക് എന്ത് കിട്ടി? J=NEVD എന്ന് കിട്ടി. അതാണ് റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ഡെൻസിറ്റി ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നൊരു ഇക്വേഷൻ നമുക്ക് അന്ന് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൊബിലിറ്റി. എന്താണ് മൊബിലിറ്റി എന്ന് പറയുന്നത്? ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് മൊബിലിറ്റി. മൊബിലിറ്റിയെ മ്യൂ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യാറ്. മൊബിലിറ്റി എന്താണ്? മ്യൂ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. മൊബിലിറ്റി എന്താണ്? മൊബിലിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? The drift velocity acquired per unit electric field. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിച്ചോളൂ. നമുക്കറിയാം, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യാണ്. നമ്മൾ കണ്ടക്ടറിലേക്ക് കണ്ടക്ടർ എന്ന് വിചാരിക്കുന്നു. ആ കണ്ടക്ടറിലേക്ക് നമ്മൾ കറണ്ട് കണക്ഷൻ കൊടുത്തു എങ്കിൽ ഇവിടെ എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ? കണ്ടക്ടറോടെ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്തു, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. കറണ്ട് കണക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഒരു യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന, ഇപ്പൊ നോക്കോളൂ, ഇതാണ് യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഈ ഒരു യൂണിറ്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ഉണ്ടാകുന്ന യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി, അതിന്റെ ഇലക്ട്രോണിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് എന്ത് പറയുന്നത്? മൊബിലിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്, കുറെ ഇവിടെ കംപ്ലീറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ? ഇവിടെ കംപ്ലീറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. പക്ഷെ അതിനൊരു യൂണിറ്റ് ഏരിയ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിയെയാണ് എന്ത് പറയുന്നത്? മൊബിലിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. യൂണിറ്റ് വെലോസിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിയെയാണ് നമുക്ക് എന്ത് പറയുന്നത്? മൊബിലിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൊബിലിറ്റി മ്യൂ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യാറ്. അപ്പോ ഇലക്ട്രിക് ഫീൽഡും ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ് അവൈലബിൾ ബന്ധം അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് കൂടുന്ന സമയത്ത് അവിടെ എന്ത് കൂടും? ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടും അല്ലെ? യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ആ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനെ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡ്രിഫ്റ്റ് വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു E എന്ന് എഴുതാം അല്ലെ? ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ത് ചെയ്യും? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി ഒന്ന് മാറ്റാം. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി VD is equal to mu E എന്ന് കൊടുക്കാം. ആ മ്യൂ ആണ് എന്ത്? മൊബിലിറ്റി എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. മ്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ മൊബിലിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ടതാണ്. 2-3 ഇക്വേഷൻ പഠിക്കേണ്ടതിൽ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും മൊബിലിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. മ്യൂ ഈക്വൽ ടു എങ്ങനെ എഴുതാം? VD divided by E എന്ന് എഴുതാം. മ്യൂ ഈക്വൽ ടു എങ്ങനെ എഴുതാം? VD divided by E എന്നൊരു ഇക്വേഷൻ നമുക്ക് എഴുതാം. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും അവിടെ കിടക്കട്ടെ. ഇനി
രണ്ട് മൂന്ന് കുറച്ച് ഇക്വേഷൻസ് നമുക്ക് ഡെറൈവ് ചെയ്യാനുണ്ട്. എന്താണ്? നമുക്കറിയാം ഒരു ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ, എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നൊരു ഇക്വേഷൻ അറിയാം അല്ലെ? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷൻ അറിയാം. ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് വേറെ ഇതിൽ നിന്നും നമുക്ക് എ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതാം. എ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം എന്ന് എഴുതാം. എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം എന്ന് എഴുതാം അല്ലെ? ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നമുക്ക് ഒന്നേന്ന് വേണമെങ്കിൽ കൊടുക്കാം. വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എ ആക്സലറേഷൻ ഇൻടു റിലാക്സേഷൻ ടൈം ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കാണാത്തവര് അത് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക. ഓക്കെ, അപ്പൊ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് ടി ടോ എന്ന് പറയുന്നത് ടി ഇല്ല ടോ. അപ്പൊ ബി ഡി സി കൊണ്ട് എ ഇൻറ്റു ടോ എന്നൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി എക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം ആണ് നമ്മുടെ ഇക്വേഷൻ. എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം ആണ്. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഫോഴ്സ് കണ്ടുപിടിച്ച ഇക്വേഷൻ നമുക്കറിയാം. എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ ക്യൂ എന്ന് പറയുന്നത് ചാർജ് ആണ്. അവിടെ എന്താണ്? ചാർജ് ആണ്. ഇവിടുത്തെ കേസ് എന്താണ്? അവിടെ നമ്മൾ രണ്ട് ചാർജുകൾക്കിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ എന്ന് പറഞ്ഞ് പഠിച്ചത്. ഇവിടെ എന്താണ്? ചാർജ് ആണോ? അല്ല. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. എഫ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ എഴുതാം അല്ലെ? അവിടെ ചാർജിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്, പക്ഷെ ഇവിടെ എന്താണ്? ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എഫ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ എന്ന് മാറ്റി എഴുതാം. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എഫ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ ഡിവൈഡ് ബൈ എം എന്ന് എഴുതാം. അപ്പൊ എ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ ഡിവൈഡ് ബൈ എം എന്നൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പൊ ഇക്വേഷൻസ് ഒക്കെ നിർബന്ധമായി പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് വി ഡി എന്ന് പറയുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ എ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇ ഡിവൈഡ് ബൈ എം ആണ് ഇൻറ്റു ടോ എന്നൊരു ഇക്വേഷൻ കിട്ടി. ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് വേറൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഈ ഇക്വേഷൻ കിട്ടിയ ഇക്വേഷൻ നമുക്ക് വേറെ ഒന്നിനും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏത്? ഈ മൊബിലിറ്റിയിലും കൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതോടുകൂടി നിർത്താം. ഓക്കെ, നമുക്ക് ഒന്നും കൂടി ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിട്ടാ. അപ്പൊ മൊബിലിറ്റി മ്യൂ എന്ന് പറയുന്നത് എന്താണ്? വി ഡി ഡിവൈഡ് ബൈ ഇ ആണ്. അതിൽ വി ഡി എന്ത് കിട്ടി? നമുക്ക് ഇ ടോ ഡിവൈഡ് ബൈ എം ഹോൾ ഡിവൈഡ് ബൈ ഇ ഡിവൈഡ് ബൈ 1 എന്ന് കിട്ടി. റെസിപ്രോക്കൽ എടുത്താൽ എന്ത് കിട്ടും? മൊബിലിറ്റി ഇ ടോ ഡിവൈഡ് ബൈ എം ഇൻറ്റു ഇ. ഈ ഇയും ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്ത് കിട്ടി? മൊബിലിറ്റി ഈസ് ഈക്വൽ ടു ഇ ടോ ഡിവൈഡ് ബൈ എം എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മൊബിലിറ്റിക്ക് നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ആ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ മൊബിലിറ്റി എപ്പോഴാണ്? ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം ആണ്. എം എന്ന് പറയുന്നത് മാസ് ആണ്, ഇലക്ട്രോണിന്റെ മാസ് ആണ്. ഓക്കെ, അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പോ നമ്മൾ എന്താണ് ഈ ഒരു വീഡിയോയിൽ പഠിച്ചിരിക്കുന്നത്? നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത് റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പഠിച്ചു. റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ഡെൻസിറ്റി ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പഠിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? റിലേഷൻ ബിറ്റ്വീൻ മൊബിലിറ്റി മ്യൂ ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വേണമെങ്കിൽ ഇക്വേഷൻ എഴുതാം. മൊബിലിറ്റി ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വേണമെങ്കിൽ ഇക്വേഷൻ എഴുതാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.